പണ്ട് മിക്ക വെള്ളിയാഴ്ച ദിവസങ്ങളിലും വന്നുകൊണ്ടിരുന്നൊരു അമ്പലമായിരുന്നു ഇത്. ഇന്ന് ഏകദേശം 1-2 വർഷം കഴിഞ്ഞാണ് ഞാൻ ഇന്ന് ഈ അമ്പലത്തിൽ പോകുന്നത്. മോളും ഉണ്ട് കേട്ടോ കൂടെ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇതുവഴി പോയപ്പോഴാണ് ഈ അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞത്. അമ്പലത്തിന് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. തറയൊക്കെ ഇതുപോലെ കല്ലൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇത് അമ്പലത്തിലെ പ്രസാദമാണ്. ഇവിടെ ഇങ്ങനത്തെ ചന്ദനമാണ് കിട്ടുന്നത്. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ തൊഴുത് പെട്ടെന്ന് പ്രസാദവും വാങ്ങിച്ചിറങ്ങി. കുറേ നാളുകൂടി വന്നതുകൊണ്ട് തന്നെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമായിരുന്നു കേട്ടോ. കുറിയൊക്കെ തൊട്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് അമ്പലക്കുളത്തിലേക്കായിരുന്നു. നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇപ്പം നല്ലപോലെ കെട്ടിത്തിരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടിട്ടുണ്ട്. വെള്ളത്തിൽ ആ ആകാശവും തെങ്ങും ഒക്കെ തെളിഞ്ഞു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് കണ്ടോ, ആകാശം കാണാൻ എന്ത് രസമല്ലേ. നല്ല അടിപൊളി ഒരു ഫ്രെയിമാണിത്. അമ്പലത്തിന് കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് നമുക്ക് കുറച്ച് സങ്കടമായത്. കാരണം ഈ ആലിൻ്റെ ഈ ശിഖരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞു. ഇനിയും പഴയതുപോലെ ഇനി എന്ന് വരാനാ? പണ്ട് ഇങ്ങനെ പറയത്തില്ലായിരുന്നു, ആലിൻ്റെ ചുവട്ടിലിരുന്നാൽ ഒരുപാട് ഓക്സിജൻ കിട്ടും, നല്ല ഓക്സിജൻ കിട്ടും എന്നൊക്കെ. അതുകൊണ്ട് അവിടെ വന്ന് ആലിന് വലമൊക്കെ വെച്ചിട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഓർമ്മയ്ക്ക് വേണ്ടി 2 ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ച് നാളുകൂടി അമ്പലത്തിൽ വന്നതിൻ്റെ ഒരു സന്തോഷവും പിന്നെ അമ്പലത്തിലെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ചധികം നേരം ആലിൻ്റെ ചുവട്ടിലിരുന്നു. 2 ദിവസം മുന്നേ അമ്പലത്തിൽ വരണമെന്ന് തീരുമാനിച്ചായിരുന്നു. പക്ഷേ ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് അതിങ്ങനെ മുന്നോട്ട് മാറിപ്പോകുന്നു. ഇന്ന് ഉറച്ച തീരുമാനത്തിൽ ഞങ്ങൾ രണ്ടും ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞ് അമ്പല ദർശനം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.